أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചും അവൻ നമുക്ക് നൽകിയ ജീവിത സൗകര്യങ്ങൾക്ക് നന്ദി കാണിച്ചും ഭൂമിയിൽ ജീവിക്കുകയും അവൻ നമുക്ക് അനുവദിച്ച സമയത്തെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളീയ മുസ്ലിം സമൂഹം, വിശേഷിച്ചും ഇതര മുസ്ലിം സമൂഹങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സാമ്പത്തികമായും മറ്റ് ഇതര മേഖലകളിലും ഇന്ത്യയിലെ മറ്റേതൊരു മുസ്ലിം സമൂഹത്തെക്കാളും കൂടുതൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. 1970-കൾക്ക് മുമ്പ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പഠനവിധേയമാക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പഴയ തലമുറക്ക് കൃത്യമായി അറിയാം, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും ഒക്കെ വറുതിയുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വഴിയില്ലാത്ത, രണ്ടു നേരം കൂട്ടിമുട്ടിക്കാൻ അവസരങ്ങളില്ലാത്ത, ചോർന്നൊലിക്കുന്ന ഓലപ്പുരകളിൽ ജീവിച്ചിരുന്ന ഒരു കാലം നമ്മുടെ വാപ്പമാർക്കുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം. 1970-കൾക്ക് ശേഷം ഗൾഫ് കുടിയേറ്റം ആരംഭിച്ചതിന് ശേഷമാണ് അള്ളാഹു ഈ അനുഗ്രഹത്തിന്റെ വാതില് നമുക്ക് മുമ്പിൽ തുറന്നു. വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും നമുക്കറിയാവുന്നതുപോലെ ലോഞ്ചിലും എത്തുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിലൊക്കെ കരപറ്റിയ ആളുകൾ കൂട്ടിച്ചേർത്ത് വെച്ച ജീവിതമാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതും അവരോട് തന്നെയാണ്. അവര് ഏറെ പ്രയാസം സഹിച്ച് വെട്ടിത്തുറന്ന വഴിയിലൂടെയാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ആണും പെണ്ണും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉത്കണ്ഠ ഇന്ന് നമുക്കില്ല. നമ്മുടെ ഓലക്കുടിലുകൾക്ക് പകരം വലിയ കൊട്ടാരങ്ങൾ നമ്മൾ ഉയർത്തി. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അത്ഭുതകരമായ, ഒരു വേള ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും മുസ്ലിം സമൂഹത്തെ അത്ഭുതപ്പെടുത്തുകയോ അസൂയപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള വളർച്ച എല്ലാ രംഗത്തും നമുക്കുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണാൻ കഴിയുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിന് അതിനോട് നന്ദി കാണിക്കാൻ കഴിയും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പൂഴ്ത്തിവെക്കണമെന്നോ അതൊക്കെ ഉണ്ടായിരിക്കെ ദാരിദ്ര്യം പിടിച്ച ജീവിതം നയിക്കണമെന്നോ ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല, അതെല്ലാം വേണ്ട അളവിൽ മുസ്ലിം സമൂഹത്തിന് ആസ്വദിക്കാനും അനുഭവിക്കാനും ഇസ്ലാമികമായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദിഹി. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഒരു മനുഷ്യനിൽ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന. അള്ളാഹു അവന് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവന്റെ വസ്ത്രത്തിലും അവന്റെ ജീവിതത്തിലും അവന്റെ ജീവിത സാഹചര്യങ്ങളിലും കാണുന്ന അള്ളാഹ് ഇഷ്ടമാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമക്ക് അനുവദിച്ചു കൊടുത്ത അലങ്കാരങ്ങളെ നിഷിദ്ധമാക്കുന്നവൻ ആരാണ്? ഇതൊന്നും പറ്റൂല എന്ന് വാദം ഉള്ളതാർക്കാം.
വത്വയ്യിബാത്തി മിന റിസ്ഖ്, അവന് നൽകിയ റിസ്ഖിൽ നിന്ന് നല്ലതിനെ ആഹരിക്കുന്നതും തടയുന്നത് ആരാണ്? റസൂലെ അവരോട് പറയണം, ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, അത് ഇഹലോകത്ത് ദുനിയാവില് അവർക്ക് നാം വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുത്തതാണ്. ഖാലിസത്തൻ യൗമിൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്താകട്ടെ അത് വിശ്വാസികൾക്ക് മാത്രമായി നാം കരുതി വെച്ചിട്ടുള്ളതുമാണ്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ, അങ്ങനെയാണ് കാര്യങ്ങളെ നാം വിശദീകരിച്ച് ബുദ്ധിയുള്ള സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് അത് ആസ്വദിക്കാം, ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, ആ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാം. പക്ഷെ കേരളത്തിലെ മുസ്ലിം സമൂഹം അവിടം വിട്ടും പോയി എന്നതാണ് പ്രശ്നം. ആഡംബരത്തിന്റെയും ഒരു വേട അത്യാഡംബരത്തിന്റെയും ആചാരങ്ങൾക്കപ്പുറം അനാചാരങ്ങളുടെയും ഒക്കെ തനിക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങളെ ഒരുതരം അഹങ്കാരത്തിന്റെ അവസ്ഥയിലേക്ക് വെച്ച് കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വെച്ചു ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന മറ്റേതൊരു സമൂഹത്തെക്കാളും ഒരുപക്ഷെ ആഡംബരത്തിന്റെയും ധൂർത്തിന്റെയും ഒക്കെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞ പാടില്ല പാടില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മുന്നറിയിപ്പ് നൽകിയ ധൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും കാട്ടിക്കൂട്ടലിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ഒരു കാലത്തിലാണ്, ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അത് നിഴലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭക്ഷണക്രമത്തിൽ അതുണ്ട്, നമ്മുടെ കല്യാണങ്ങളിൽ അതുണ്ട്, നമ്മുടെ വസ്ത്രധാരണത്തിൽ അതുണ്ട്, നമ്മുടെ ആഡംബര കാറുകളിൽ അതുണ്ട്, നമ്മുടെ വീടുകളിൽ അതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും അള്ളാഹു ആർക്കും നിഷിദ്ധമാക്കിയിട്ടില്ല. പക്ഷേ ഭൂമിയിലാണ് താൻ ജീവിക്കുന്നത് എന്നും തനിക്ക് നിർണിതമായ ഒരു കാലയളവുണ്ട് എന്നും ബോധ്യമില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഇതിന്റെ അപകടം അവന് പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നിലവിലുള്ള മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ ഒരു ഹദീസ്, വല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, അല്ലാഹുവാണ് സത്യം, ദാരിദ്ര്യം ഞാൻ എന്റെ സമൂഹത്തിന് പേടിക്കുന്നില്ല. ഏത് കാലത്തായി പറയുന്നത്? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിരുന്ന കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അന്ന് ധൂർത്തിന്റെയും ദുർവ്യയത്തെയും കുറിച്ച് ചർച്ചയില്ല, അതിന്റെ ആവശ്യവുമില്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മുഴുപട്ടിണിയോ അരപ്പട്ടിണിയോ ഒക്കെ ആയി ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റസൂല് പറയുന്ന ഒരു ഹദീസാണ്, വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുസ്ബത ദുനിയ അലൈക്കും, പക്ഷേ ഞാൻ പേടിക്കുന്നത് ദുന്യാവ് നിങ്ങളുടെ മേൽ വിശാലമായി തീരുന്നതിനെയാണ്, ദുന്യാവിൽ നിന്ന് വല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നതിനെയാണ്. കമാ ബുസ്തത അലാ മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടിയിരുന്നത് പോലെ ഇതുപോലെ സൗഭാഗ്യങ്ങൾ നൽകിയ സമൂഹം എനിക്ക് മുമ്പും വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫതനാഫസുഹ കമാ തനാഫസുഹ, അവര് മത്സരിച്ചിരുന്നത് പോലെ ആ സമ്പത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കും. വതുഹ്ലികുക്കും കമാ ഹലക്തുഹു, അവരെ നശിപ്പിച്ചതുപോലെ ഈ സമ്പത്ത് തന്നെ നിങ്ങളെ നശിപ്പിക്കുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിശ്വാസികൾക്ക് സമ്പത്ത് കിട്ടുക എന്നത് പുണ്യകരമായ ഒരു സംഗതിയാണ്. അവരാ സമ്പത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എത്ര നല്ല സമ്പത്താണ് ഒരു സ്വാലിഹായ മനുഷ്യന് അത് കിട്ടുകയാണെങ്കിൽ. കാരണം അത് അവൻ ഉപയോഗപ്പെടുത്തും, അവന് ദുനിയാവിനപ്പുറമുള്ള ആഖിറത്തിലേക്ക് വേണ്ടി അവൻ പണിയെടുക്കാൻ അത് ഉപകരിക്കും അവന്. അതേസമയം എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ആ ഒരു ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ പോയത്? അതിൽ ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് ഈ സമ്പാദിച്ചതൊക്കെയും എന്റേതാണ് എന്നാണ്. അത് എന്റേതായത് കൊണ്ട് തന്നെ എന്റെ ആവശ്യത്തിന് വേണ്ടി ഇത് ചെലവഴിക്കാം. സമ്പത്തിനെ കുറിച്ച് മനുഷ്യന്റെ വിശ്വാസിയാണെങ്കിലും മനുഷ്യനാണല്ലോ, ആ മനുഷ്യന്റെ കാഴ്ചപ്പാടെന്താ? ഈ കാഴ്ചപ്പാട് തന്നെയാണ് ഒരളവോളം നമ്മളെയും വരിഞ്ഞു മുറുക്കിയിട്ടുള്ളത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സമ്പത്തിന്റെ ഉടമ ഞാനാണ് അല്ല എന്നൊക്കെ വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കും. അള്ളാഹുവാണ് ഇത് തന്നത്, അള്ളാഹിന്റെതാണെന്നൊക്കെ നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാലും ആത്യന്തികമായി എന്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ മനസ്സ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എന്റേതാണ്, ഇതെന്റേതാണ്. ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഉ ഇസ്തഗ്ന, മനുഷ്യനിത് അധികാരിയായിരിക്കുന്നു, അവൻ സ്വയം പര്യാപ്തനായി, അവന് പോന്നവനായി അവൻ നടിക്കുന്നു. എന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഈ സമ്പത്തൊക്കെ എനിക്കും എന്നും എല്ലാ കാലത്തും നിലനിൽക്കും. പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞ ഒരു സംഗതിയാണ്.
അങ്ങനെ ഒരു വിചാരം മനുഷ്യനെ പിടികൂടും. ഇതെന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമ ഞാനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഉണ്ടാക്കിയത് എന്റെ കഴിവ് കൊണ്ടാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഞാൻ അത് തുടങ്ങിയപ്പോ, ഞാൻ ഇത് അങ്ങോട്ട് തുടങ്ങിയപ്പോ എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഞാനീയത്ത് ഇങ്ങനെ കയറി വരും മനുഷ്യനടിയിൽ. എപ്പോഴും ഞാൻ ആ കടങ്ങട്ട് ഒന്നിച്ചെടുത്തു, ഞാൻ ഇതിവിടെ തുടങ്ങി, എല്ലായിടത്തും ഞാൻ എന്ന പദം ഇങ്ങനെ അടിവരയിട്ട് വരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാത്തൊരു ചിന്തയാണിത്. സൂറത്തുൽ കഹ്ഫിൽ ഒരു തോട്ടക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. വദ്രിബ് ലഹും മസലർ റജലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഅഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. രണ്ട് തോട്ടക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരുത്തനെ കുറിച്ചാണ് ഖുർആൻ കൂടുതൽ ചർച്ച ചെയ്തത്. അതിലൊരാൾ വദ്രിബ് ലഹും മസലർ റജലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ, രണ്ട് തോട്ടക്കാര്. അതിൽ ഒരു തോട്ടക്കാരന് നാം നല്ല തോട്ടം, മുന്തിരിത്തോട്ടം നൽകി, രണ്ട് തോട്ടങ്ങൾ നൽകി. ഇടതൂർന്ന ഈത്തപ്പനകളാൽ തണലിട്ട് നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടം. അതിനിടയിൽ ഇടതൂർന്ന് നിൽക്കുന്ന വിളകള്. അങ്ങനെ ആരാലും കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന രണ്ട് തോട്ടങ്ങൾ അവന് നൽകി. ആ തോട്ടങ്ങൾ കണ്ടിട്ട്, അതിന്റെ വിളവ് കണ്ട്, അതിന്റെ ആ ഒരു മനോഹാരിത കണ്ട് അവൻ അങ്ങ് അഹങ്കരിച്ചു. അവന്റെ വാചകം ഖുർആൻ പറയുന്നുണ്ട്, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ. നിന്നേക്കാൾ അധികം സമ്പത്ത് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്, എനിക്ക് നിന്നേക്കാളൊക്കെ ഔദാര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ വാദം, ഖാല മാ അظن അൻ തബീദ ഹാദിഹി അബദ. ഈ സമ്പത്ത് ഒരിക്കലും എന്നെ വിട്ടു പോകില്ല, ഇതെനിക്കിങ്ങനെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞാൽ എന്റെ മക്കൾ വരും, തലമുറയായി ഞങ്ങളെ കുടുംബം, ഞങ്ങളെ തറവാട്, ഞങ്ങളെ ആളുകൾ ഇങ്ങനെ ഇതിങ്ങനെ ആസ്വദിച്ച് ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമെന്ന വാദമായിരുന്നു അവനുണ്ടായി. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംഭവിച്ചത്, അവനെ ഒരുപാട് തിരുത്താൻ നോക്കി. രണ്ടാമത്തെ തോട്ടക്കാരൻ അങ്ങനെ പറയരുത്, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നീ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വേണം വരാൻ, കടക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും അവൻ അതിനെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. പിന്നീട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവന്റെ ആ തോട്ടം ആ മുന്തിരിയുടെ പന്തലോടുകൂടി നിലംപൊത്തി തരിപ്പണമായി കിടക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തരിപ്പണമാക്കി. ഒരു ദിവസം അവൻ കാണുമ്പോ, അത് കൊയ്യാൻ വരുമ്പോ, അതിന്റെ വിളവെടുക്കാൻ വരുമ്പോ അതിന്റെ പന്തലോടുകൂടി നിലംപൊത്തി കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അതെന്നും നിലനിൽക്കുമെന്ന് അവൻ വിചാരിച്ചു. ഈ വിചാരം നമുക്കുണ്ട്, ഇതെന്റേതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ചുണ്ടാക്കിയതാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എന്റെ ബുദ്ധി ഇപ്പോഴും നിലവിലുണ്ട്, എന്റെ ആരോഗ്യം നിലവിലുണ്ട്, എന്റെ കഴിവ് നിലവിലുണ്ട്. അതുകൊണ്ട് എന്റെ ബിസിനസ് തകരൂല, എന്റെ കച്ചവടം തകരൂല, എന്റെ വരുമാനം നിലക്കൂല, ഇതിങ്ങനെ മുന്നോട്ട് പോകും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ സമ്പത്താണ് എന്നതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കേണ്ടതും ഞാനും എന്റെ മക്കളുമാണ്. വേറെ ആർക്കും ഇതിലൊരു ഔദാര്യമില്ല, ഒരവകാശമില്ല. ഞാൻ, എന്റെ മക്കള്, എന്റെ ഭാര്യ, എന്റെ കുടുംബം, അവർക്ക് അവകാശപ്പെട്ടതാണിത്. ഇത് അവരിങ്ങനെ ആസ്വദിക്കണം. ബാക്കിയുള്ളവരൊക്കെ കണ്ടു നിന്നാ മതി. ബാക്കിയുള്ളവരൊക്കെ കാറൂവിന്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, പടച്ചവനെ കാറൂവിന് കിട്ടിയതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അയൽവാസികളും കുടുംബക്കാരൊക്കെ പറയണം, വല്ലാതെ കിട്ടിപ്പോയി, വല്ലാതെ കിട്ടിപ്പോയി. അയാളെ മക്കളൊക്കെ കണ്ടില്ലേ, എങ്ങനെയാ ജീവിക്കുന്നത്, അയാളെ ഭാര്യ കണ്ടില്ലേ, എത്ര സ്വർണ്ണ ഇടുന്നത്, അയാളെ പെര കണ്ടില്ലേ, അതിങ്ങനെ ഒരുക്കുണ്ടാക്കി, പിന്നെ തോന്നുന്നു പൊളിക്കണം, അതൊന്ന് പൊളിച്ച്, പിന്നെ ആ സൈഡ് പൊളിച്ച്, ഈ സൈഡ് പൊളിച്ച്, 10-20 കൊല്ലത്തിനിടയിൽ 3-4 പ്രാവശ്യം അയാൾ വീട് മാറ്റിപ്പണിതു. എന്താ കാരണം? ഈ കിട്ടിയതൊക്കെ എനിക്ക് തന്നെ ഉപകരിക്കണം, ഞാൻ തന്നെ ഉപയോഗിക്കണം. സമ്പത്തിനെ കുറിച്ച് ഏറ്റവും അപകടകരമായി പടച്ചു തമ്പുരാൻ പഠിപ്പിച്ചതാണത്. അതും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനിയകുതു അല ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ. വേറെ ഒരു തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളെ കൃഷിത്തോട്ടങ്ങളിലേക്ക് വളരെ നേരത്തെ പോവുക. ഇൻകുന്തും സ്വാരിമീൻ, നിങ്ങൾ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫന്തലഖൂവഹും യതഖാഫതുൻ. സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവർ വളരെ നേരത്തെ പുറപ്പെട്ടു. എന്താ സ്വകാര്യം? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. ഈ തോട്ടത്തിലേക്കൊന്നും ഒരു ദരിദ്രനും വരാതിരുന്നെങ്കിൽ, ഒരു പാവപ്പെട്ടവൻ ഈ വഴിക്ക് വരാതിരിക്കട്ടെ, ഒരു പാവപ്പെട്ടവനും ഈ തോട്ടത്തിലേക്ക് വരാതിരിക്കട്ടെ. അങ്ങനെ അവർ കാലത്ത് വന്നെത്തി. ആ വരുന്നവരെ തടയാൻ കഴിയുന്നവരായി, ഇങ്ങോട്ട് കിടക്കണ്ട, ഇവിടെ ഒന്നുമില്ല എന്ന് പറയാൻ തയ്യാറായി ഇങ്ങനെ മസിലും പിടിച്ച് നിന്നു അവർ രാവിലെ തന്നെ. പക്ഷേ തോട്ടത്തിലേക്ക് നോക്കിയപ്പോ കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ വൈക്കോൽ തുരുമ്പുകൾ പോലെ പാറിക്കളിക്കുന്ന കൃഷിയാണ്.
അള്ളാഹുവിന്റെ പരീക്ഷണം അവർ പിടിമുറുക്കി. അപ്പൊ ഈ 3 പ്രശ്നങ്ങൾ നമ്മളെയും അലട്ടുന്നുണ്ട്, ഒരളവിൽ മറ്റൊരളവിൽ. ഒന്ന്, ഞാനാണിത് സമ്പാദിച്ചത്, ഇതെന്നൊന്നും നിലനിൽക്കും, എന്നെന്നും നിലനിൽക്കും എന്നാണ്. നമുക്ക് മരിച്ചു പോകുന്നൊക്കെ നമുക്കറിയാം, എന്നാലും ഇതിവിടെ നിലനിൽക്കും. എന്റെ മക്കൾ ഇത് ആസ്വദിക്കും, മക്കൾ ആസ്വദിക്കും. ഞാനൊരു 4 തലമുറക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അവർ കാണുന്നതൊന്നുമല്ല. അയാൾ പോയാൽ തന്നെ ചിലപ്പോൾ മക്കൾ ഇതിനു വേണ്ടി അടികൂടും. ആർക്കും ഉപകരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ തലമുറകളോളം ആ സ്വത്ത് കാണാൻ കാടും പിടിച്ച് കിടക്കണം. അതൊക്കെ വേറെ വിഷയം. ഈ ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകുന്നു. മൂന്നാമത്തത്, ഇതൊരാൾക്കും അവകാശപ്പെട്ടതല്ല, അത് ഞാൻ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് എന്താ ഉണ്ടാകുക എന്നറിയോ? അയാൾ ഒരു ഭാഗത്ത് പിശുക്കനാണ്, മറുഭാഗത്ത് ധൂർത്തനുമാണ്. ഏത് ഭാഗത്ത് അയാൾ പിശുക്കൻ? മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്ന രീതിയിൽ, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന രീതിയിൽ അയാൾ നല്ല പിശുക്കനാണ്. പക്ഷെ അയാൾ നമുക്ക് പിശുക്കെന്ന് വിളിച്ചൂടാ. എന്താ കാര്യം? അയാൾ നടത്തുന്ന കല്യാണങ്ങൾ, അയാൾ ഉണ്ടാക്കുന്ന വീട്, അയാളുടെ ജീവിതം, അയാളുടെ വാഹനം, അയാളുടെ മക്കള് ഒക്കെ ധൂർത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? ഇയാളെ പിശുക്കെന്ന് വിളിക്കാൻ പറ്റില്ല, ധൂർത്തെന്ന് വിളിച്ചൂടാ. കാരണം രണ്ടും കൂടിയൊരു സാധനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ധൂർത്തനും പിശുക്കനും രണ്ടും ഇയാളിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. കാരണം ഇയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ അങ്ങേയറ്റം പിശുക്കനാണ്. വൈദാ അർദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാ തദ്മീറാ. ചരിത്രത്തിന്റെ പാഠം പഠിക്കാൻ ഖുർആൻ ആവശ്യപ്പെട്ട ആയത്തുണ്ട്. ഇതുപോലെ കടന്നുപോയ മുഴുവൻ മനുഷ്യ സമൂഹങ്ങളും ഈ വാദഗതി വെച്ചിരുന്നവരാണ്. അവരൊക്കെ പടച്ച തമ്പുരാൻ ഒരു അല്പസമയത്തേക്ക് അങ്ങ് അഴിച്ചുവിട്ടു. പിന്നീട് അവരെ പിടികൂടി. ഫദമ്മർനാഹ തദ്മീറാ, അവരങ്ങ് തരിപ്പണമാക്കി പൊടിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാതെ പോകൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സമ്പത്ത് നമുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, പടച്ചതമ്പുരാൻ തരുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഈ സമ്പത്തിന്റെ ഉടമ നമ്മളല്ല എന്ന് പറയുമ്പോഴാണ്, അത് വിശ്വസിക്കുമ്പോഴാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സഹാബത്തിന്റെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന ദാനധർമ്മങ്ങളും പടച്ചവന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലും ഒക്കെ നമുക്ക് മനസ്സിലാകാം. അപ്പൊ അതൊക്കെ അത്ഭുത കഥകളാണ്. എന്താ കാര്യം? നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ കൊടുക്കും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനോട് അള്ളാഹിന്റെ റസൂൽ ചോദിച്ചില്ലേ, ഇനി എന്താ അബൂബക്കറെ താങ്കൾ വീട്ടിലുള്ളത്? അള്ളാഹു റസൂലും അള്ളാഹ് റസൂലാ. നമുക്ക് സ്വപ്നം കാണാൻ കഴിയോ? അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം ചെയ്തത്ര ചെയ്ത വേറെ ആരും അവിടെ ഇല്ല. അബൂ തൽഹയുടെയും ചരിത്രം തന്നെ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്റെ കച്ചവട സംഘം മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചു. ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? നമ്മളതൊക്കെ ഇങ്ങനെ അറബിക്കഥ കേൾക്കുന്ന, ലാഘവത്തോടെ കേൾക്കുന്ന സംഗതികളാണ്. കാരണം നമ്മൾ കൊണ്ട് ആ പണിക്ക് പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? ഈ ഒരു ബോധ്യവും നമുക്കില്ല. നമ്മൾ വാദഗതിക്ക് വേണ്ടി അംഗീകരിച്ചാലും വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ പറയും അള്ളാന്റെതാണ്, ആദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കും. ഇത് അള്ളാന്റെ അനുഗ്രഹമാണ്. അതിന്റെ ശേഷമുള്ളത് പറയില്ല. എന്തിനാ? ആദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറ അം അക്ഫുർ. ആദാ മിൻ ഫദ്ലി റബ്ബിന് മാത്രം വണ്ടി എഴുതിച്ച പോരാ, ബാക്കി കൂടി എഴുതി വെക്കണം. എന്തിനാണ് തന്നത്? ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, അഷ്കുറ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കോ നന്ദികേട് കാണിക്കോ എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ്. വമൻ ശകറ ഫഇന്നമാ യശ്കുറു നഫ്സി, ഞാൻ നന്ദിയാണ് കാണിക്കുന്നതെങ്കിൽ എന്നോട് തന്നെ ഞാൻ കാണിക്കുന്ന നന്ദിയാണ്, അല്ലാഹുവിനുള്ള ഔദാര്യമല്ല. വമൻ കഫറ, അല്ല നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഫഇന്ന റബ്ബി വനിയ്യുൻ കരീം, അള്ളാഹ്ക്ക് ഇതൊന്നും കിട്ടിയിട്ട് വേണ്ട. അള്ളാഹു ഔദാര്യവാനാണ്, അള്ളാഹു ഉദാരനാണ്, കരീമാണ്, വനിയാണ്, റിച്ചാണ്. അതുകൊണ്ട് നമ്മളെ ഈ ഔദാര്യത്തിൽ നിന്നും അള്ളാഹുവിന് ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ അള്ളാഹുവിന്റേതാണ്, സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ്. ഇന്നൽ അർളലില്ല, ഈ ഭൂമി അള്ളാഹുവിന്റേതാണ്. യൂരിതുഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അനന്തരമായി കൊടുക്കും. ഇനി ബാധിക്കും അവന്റെ അടിമകളിൽ നിന്ന്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അതിൽ വിജയിക്കുന്നത് ഒരേ ഒരു വിഭാഗമേ ഉണ്ടാവൂ, പര്യവസാനം നന്നാകുന്നവർ മുത്തഖീങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഖുർആൻ പറഞ്ഞത്, ആ തൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ സമ്പത്തിൽ നിന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് കൊടുക്കണം. മറ്റൊരുക്ക പറഞ്ഞു, വലാ തുഅത്തു സുഫഹാ അംവാലുകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ വിഡ്ഢികളുടെ കൈകളിൽ നിങ്ങൾ കൊടുക്കരുത്. അത് പറഞ്ഞപ്പോഴും പറഞ്ഞത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്താണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റേതാണ്. അള്ളാഹുവാണ് ധനികൻ, അള്ളാഹുവാണ് വനിക്ക്. നമ്മൾ പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്,
മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ അഹങ്കരിക്കുകയാണ്. എന്താ, ഞാനാണ് ഇപ്പൊ ഈ 10 ആളെടുത്താൽ ഞാനാ മുതലാളി, ഞാനാണ് ധനാഢ്യൻ, ഈ നാട്ടിൽ നോക്കിയാൽ ഞാനല്ലേ ഏറ്റവും നല്ലവൻ, അപ്പൊ ഞാനല്ലേ അങ്ങനെ ആവേണ്ടത്, ഞാനല്ലേ ഇങ്ങനെ ആവേണ്ടത്. അള്ളാഹ് അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അന്തുമുൽ ഫുഖറ, നിങ്ങളെല്ലാവരും ദരിദ്രനാണ്, ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് സമ്പന്നൻ, അള്ളാഹുവാണ് സ്തുത്യാർഹവാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. രണ്ടാമത്തത്, ഈ സമ്പത്ത് നൽകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദാമിൻ ഫളിൽ റബ്ബി എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഇതൊരു പരീക്ഷണമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആ സമ്പത്ത് കൊണ്ട്, ഇതേ സമ്പത്താണല്ലോ നാളെ അവൻ ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് ആഖിറത്തിൽ വരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സമ്പത്തിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. ആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ അവന്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖലഫീന ഫീഹി, നിങ്ങളെ അള്ളാഹു പ്രതിനിധികളാക്കിയ ഈ സമ്പത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. വആതൂഹും മിമ്മാലില്ലാഹി അല്ലദീ ആതാക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാത്രം മനുഷ്യനെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. അത് ഞാൻ എന്നതിന് പകരം എനിക്ക് അള്ളാഹു നൽകിയ ഔദാര്യം എന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം. മാത്രവുമല്ല, ഇതിനൊക്കെ ഞാൻ റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് പറയേണ്ടി വരും. ഞാനത് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി ബാക്കി ചോദ്യങ്ങളിൽ നിന്ന്. പരലോകത്ത് പോയി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ലാ തസൂലു ഖദമ അബ്ദിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുദീർഘമായ ഹദീസ് ഉണ്ടല്ലോ, ഒരു മനുഷ്യനും നാളെ പരലോകത്ത് കാലാണ്ട് എടുത്തു വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അലു അൻ അർബഇൻ, 4 കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് വരെ. അതിലൊന്ന് അൻ മാലിഹി, അവന്റെ സമ്പത്താണ്. എന്താ സമ്പത്തിനെ കുറിച്ച് ചോദ്യം? മിൻ ഐന ഇക്തസബു, അത് എവിടുന്നാ ഉണ്ടാക്കിയത്? വഫീമാ അൻഫഖു, ഏത് മാർഗത്തിലാ ചെലവഴിച്ചത്? 2 ചോദ്യമാണ്. എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു. മറ്റതിനൊക്കെ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, ഇതിന് 2 ചോദ്യം. ഈ അതെങ്ങനെ ഉണ്ടാക്കിയത് അതുമാണല്ലോ നോക്കുക. ആരെങ്കിലും തട്ടിപ്പിടി പറിച്ചിട്ടോ, പിടിച്ചു വെച്ചിട്ടോ, ആക്രമിച്ചോ, കീഴ്പ്പെടുത്തിയോ, പാവങ്ങളത് വെട്ടിപ്പിടിച്ചോ ഒക്കെയാണ് ഉണ്ടാക്കിയതെങ്കിൽ അതും പറയണം. വഫീമാ അൻഫഖു, ഏത് മാർഗത്തിലാണ് ആ സമ്പത്ത് ചെലവഴിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹ് നൽകിയ ഔദാര്യത്തിൽ നിന്ന് ആർക്കും കൊടുക്കാതെ ഇതിങ്ങനെ അള്ളിപ്പിടിച്ച് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ട കേട്ടോ, ഖൈറുൽ ലക്കും, അവർക്ക് ഖൈറാണെന്ന് വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് ശർറാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, സയുതവ്യഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തില് വളകളായിട്ട് അവർ അണിയിക്കും അവരുടെ ഈ സമ്പത്ത് എന്ന് ഖുർആൻ പറയാണ്. അവരെ കഴുത്തിലും അവരെ മുതുകിലും ഒക്കെ ഇതിങ്ങനെ ഇട്ടുകൊടുക്കും അല്ലാഹു. ഏറ്റാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം. ഈ 10 സെന്റും ഈ 1/2 ഏക്കറും 1.5 ഏക്കറും 2.5 ഏക്കറും ഒക്കെ നമുക്ക് വളകളായിട്ട് വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്നവർ. സ്വർണം വെള്ളി എന്നുള്ളത് ഒരു സമ്പത്തിന്റെ രൂപമായ പറഞ്ഞാണ്. എല്ലാ കാലത്തും സ്വർണം വെള്ളിയല്ല കൂമ്പാരാക്കിയൊക്കെ ബാക്കിയുള്ളതുണ്ടാവും. അതുപോലെ തന്നെ വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, അങ്ങനെ കൂട്ടിവെച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തില് അവരെ ചുട്ടുപഴിപ്പിക്കുന്ന സന്ദർഭം. അവരെ മുതുകുകളിലും പാർശ്വങ്ങളിലും ഒക്കെ ഈ സമ്പാദിച്ചു വെച്ചത് വെച്ചുകൊടുത്തും ചുട്ടുപഴുത്തതായിട്ട്. എന്നിട്ട് അവരോട് പറയും, ഫദൂഖൂ കുന്തും തക്നിസൂൻ, നിങ്ങൾ ആ സമ്പാദിച്ചു വെച്ചതൊക്കെ ആസ്വദിച്ചോ, നിങ്ങൾക്ക് എന്നെ കിട്ടും, എന്റേതാണല്ലോ, ഞാൻ ഉണ്ടാക്കിയതല്ലേ, എവിടേക്കും പോവില്ല. ഇത് അവിടെ എത്തിയിട്ടുണ്ട് നിന്റെ സമ്പത്ത്, പക്ഷേ നിന്നെ ചുട്ടുപഴിപ്പിക്കാനുള്ള ഉപകരണങ്ങളായി മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കുറച്ചൊക്കെ ബോധ്യം ഉണ്ടാകണം. സമ്പത്ത് ഒരു പരീക്ഷണമാണ്. വേണ്ട രീതിയിലൊക്കെ ചെലവഴിക്കാം. ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പിശുക്കൊന്നും വേണ്ട. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലാ തജ്അല്ലദക മഅലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്, പെരടിയിൽ ഇങ്ങനെ കൈ കെട്ടിയിട്ട് പിശുക്ക് കാണിക്കണ്ട, വല്ലാതെ അഴിച്ചിടുകയും ചെയ്യണ്ട. മലൂമൻ മഹ്സൂറ, അങ്ങനെ ചെയ്താൽ നിന്ദ്യനും കഷ്ടപ്പെടുന്നവനുമായി നീ മാറും. സത്യവിശ്വാസികളെ പ്രത്യേകത പഠിപ്പിച്ചപ്പോ പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ, അവർ പിശുക്കും കാണിക്കൂല, അവർ ദുർവ്യയവും ചെയ്യൂല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കും. അതിലേറെ ദുനിയാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മസ്റഅത്തുൽ ആഖിറ, ഇഹലോകം എന്ന് പറയുന്നത് പരലോകത്തിന്റെ കൃഷിയിടാണ്. ആ കൃഷിയിടത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയണം.
ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ സൂറത്തുൽ നഹ്ലില് ഞാൻ ഓതി വെച്ച ഒരു ആയത്തുണ്ട്, വളറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു ഗ്രാമവാസികളുടെ കഥ റസൂലെ ഉദാഹരണമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, വളരെ ശാന്തരായ വളരെ സന്തോഷപൂർവമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനത, യഅ്തിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം അവർക്ക് റിസ്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫിൽ നിന്നും വരും, നാട്ടിൽ നിന്നും വരും, എല്ലാ വരുമാനവും ഇങ്ങനെ കൃത്യമായി വരുന്നു. പക്ഷേ കഫറത്ത് ബിഅൻഉമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കളഞ്ഞു അവര്. അതിന് നന്ദി കാണിച്ചില്ല. വഇൻ ശകർതും ലഅസീദന്നകും വഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. അല്ല നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ പിടുത്തം അതികഠിനമാണ് എന്ന് ബോധ്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത്. ഇവിടെ പറഞ്ഞു ഫകഫർത ബിഅൻഉമില്ല, ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പട്ടിണിയുടെയും പേടിയുടെയും വസ്ത്രം അല്ലാഹു അവരങ്ങ് ധരിപ്പിച്ചു കളഞ്ഞു. ഇതെന്നും ശാശ്വതമാണെന്ന് വിചാരിക്കണ്ട. ഒരൊറ്റ നിയമം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാവാം. നമ്മൾ ഈ ആസ്വദിക്കുന്നത് മുഴുവൻ ഏത് തലത്തിലേക്കും പോകാവുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം എന്നെങ്കിലും നന്ന ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം, വിശദാംശങ്ങളൊന്നുമില്ലാതെ. അതുകൊണ്ട് അള്ളാഹു അവരെ ചെയ്തത് ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പേടിയുടെയും ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം അള്ളാഹു അവരെ രുചിപ്പിച്ചു. ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്ത പണിയുടെ ഫലമായി. അതുകൊണ്ട് വല്ലാതെ നിഗളിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സമകാലിക ലോകത്ത് കുറെ ഗുണപാഠങ്ങളുണ്ട്. അതെങ്കിലും നന്ന ചുരുങ്ങിയത് അവർ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാനും അതുവഴി അനുഗ്രഹമായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകാനും പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.